വാർത്തകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന ഉടൻ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. 70% വൈദ്യുതി പുറത്തുനിന്നാണ് സംസ്ഥാനം വാങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു. അല്ല, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടല്ലോ, നമ്മളിത് പുറത്തുനിന്ന് മേടിച്ചിട്ടല്ലേ ഇത് മേക്കപ്പ് ചെയ്യണം. അതിലെന്തെങ്കിലും കുറവ് വന്നാലല്ലേ വിഷമം ഉണ്ടാവുള്ളൂ. പിന്നെ ചിലവ് കൂടുതലാണെന്ന് ബോർഡ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ അത് മറ്റേ റെഗുലേറ്ററി കമ്മീഷൻ എല്ലാം ഉപഭോക്താക്കളുടെ കാര്യം ഇതെല്ലാം നോക്കി പരിശോധിച്ചിട്ടുള്ള ഒരു തീരുമാനം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെയൊക്കെ ആശ്വാസം പറഞ്ഞാലില്ല, ജനങ്ങൾക്ക് വലിയ പ്രയാസം വരാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. ജനങ്ങൾക്ക് വിഷമം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ വേറെ എന്ത് വഴി, വേറെ എങ്ങനെ ഇത് കൊണ്ടുപോകും? നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വരാനുള്ള ഒരു താല്പര്യം എല്ലാവരും എടുക്കണ്ടേ? അരുൺ സോളമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ സോളമൻ, നിരക്ക് കൂട്ടാതെ വഴിയില്ല എന്നല്ലേ മന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം? തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ ഫ്യൂസ് ഊരുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് വൈദ്യുതി വകുപ്പ് കടക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ കെ കൃഷ്ണൻകുട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിരക്ക് കൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഈ വൈദ്യുതി വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സംസ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് മന്ത്രി പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും അതിന് പുറമെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് കൂടുന്നു. അത്തരത്തിൽ 70% പുറത്തുനിന്നാണ് വാങ്ങുന്നതെന്നുള്ളതാണ്. ഇതിൽ നിലവിൽ ഹൈഡ്രൽ ഈ എനർജി അടക്കമുള്ള ഈ പദ്ധതികൾ പാളിപ്പോയിട്ടുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പല സമരങ്ങൾ മുഖേനയാണ് ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വൈകിയത്. അതും ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ പ്രധാനമായും ഒരു വലിയ തോതിലൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. നിലവിൽ ഈ പ്രോജക്റ്റുകൾ വന്നിരുന്നുവെങ്കിൽ ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. നിലവിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ സമ്മർ താരിഫ് അടക്കമുള്ളവ പരിഗണനയിലുണ്ട്. ഈ സമ്മർ താരിഫ് നടപ്പിലാക്കിയാൽ വരുന്ന വേനൽക്കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇതിലൂടെ 111 കോടി രൂപയുടെ ഒരു വരുമാനം, അധിക വരുമാനം കണക്കാക്കുന്നുണ്ട് സർക്കാർ. നിലവിൽ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തി KSEBിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. ഈ റിപ്പോർട്ട് KSEBിക്ക് കൈമാറി കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചായിരിക്കും സർക്കാരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനം ഇത് സംബന്ധിച്ചുണ്ടാവുക. നിലവിൽ KSEB ആവശ്യപ്പെടുന്നത് 34 യൂണിറ്റിന് 34 പൈസയാണ് ഈടാക്കാനാണ് KSEB ആവശ്യപ്പെടുന്നത്. ആ തരത്തിൽ നിലവിൽ പ്രതിവർഷം 2000 കോടി രൂപയുടെ നഷ്ടമാണ് KSEBിക്ക് ഉണ്ടാകുന്നത്. അതായത് ഈ വർഷം ഈ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ കണക്ക് കൂട്ടൽ പ്രതിവർഷം ഈ 1370 കോടി രൂപ നഷ്ടമുണ്ടാകുന്നുണ്ട്. ആ നഷ്ടം നികത്തണമെങ്കിൽ ഇത്തരത്തിൽ യൂണിറ്റിന് 34 പൈസ ഈടാക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഈടാക്കിയാൽ നിലവിൽ ഈ 2024 ഈ വർഷവും 812 കോടി രൂപയുടെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും ഈ റെഗുലേറ്ററി കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതിന് പുറമെ നിലവിൽ സംസ്ഥാനത്ത് 1950 കോടി രൂപയുടെ വരുമാനമാണ് പ്രധാനമായും KSEBിയിൽ ഉണ്ടാവുന്നത്. ഇതിൽ ചെലവെന്ന് പറയുന്നത് 1750 കോടി രൂപയാണ്. ഇത്തരത്തിൽ ഈ വരവിനനുസരിച്ച് ചെലവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ചെലവ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ല എന്നതാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.